ഹലോ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. ഇന്ന് കൊച്ചുകുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള എന്താണെന്ന് മനസ്സിലായല്ലോ, നമ്മുടെ പ്രിയപ്പെട്ട തനി നാടൻ ഉണ്ണിയപ്പം. നമ്മൾ പുറത്തു നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നതിൻ്റെ 10 ഇരട്ടി സ്വാദാണ് ഇതിന്. നിങ്ങൾ ഒറ്റ പ്രാവശ്യമെങ്കിലും ഇതൊന്ന് തയ്യാറാക്കി നോക്കിയാൽ ഈ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ സ്വാദ് ഇഷ്ടപ്പെടാതിരിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങൾ വീണ്ടും വീണ്ടും ഇതുണ്ടാക്കുമെന്നുള്ളതും എനിക്ക് ഉറപ്പാണ്. ദേ കണ്ടല്ലോ, നല്ല ബോൾ പോലെയല്ലേ ഇരിക്കുന്നത്, നല്ല സോഫ്റ്റായിട്ട്. അപ്പം നമുക്ക് ആ തനി നാടൻ രീതിയിൽ നമ്മുടെ ഈ ഉണ്ണിയപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാമേ. 1 കപ്പ് പച്ചരി ഞാൻ 6 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ട് അതിൻ്റെ വെള്ളം മുഴുവൻ ഊറിപ്പോകാനായിട്ട് വെച്ചിരുന്നു. അതിലോട്ട് 1.5 പാളയംകോടൻ പഴവും 3 അല്ലെങ്കിൽ 4 ഏലക്കായുടെ കുരു മാത്രം എടുത്തതും 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പും 3/4 ടീസ്പൂൺ ചെറിയ ജീരകവും 1/2 കപ്പ് വെള്ളമാണ് ഞാൻ ആദ്യം ഒഴിച്ചു കൊടുത്തത്. പക്ഷേ പിന്നെയും 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു. അങ്ങനെ കറക്റ്റ് 3/4 കപ്പ് വെള്ളമാണ് എനിക്കിത് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ അരച്ചെടുക്കാനായിട്ടായത്. ഞാൻ പറയുന്ന ഓരോ അളവുകളും കൃത്യമായിട്ട് എടുത്തിട്ട് എല്ലാ സ്റ്റെപ്സും അതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് ഉണ്ണിയപ്പം നല്ലതായിട്ട് കിട്ടാതിരിക്കത്തില്ല കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, ഈ ഒരു കൺസിസ്റ്റൻസിയാണ് അരച്ചെടുക്കുമ്പോൾ വേണ്ടത്. ഇനിയിപ്പം നമുക്ക് ശർക്കരയൊന്ന് പാനിയാക്കാമേ. പാനിയാക്കണ്ട, ഒന്ന് ഉരുക്കി എടുത്താൽ മാത്രം മതിയേ. 175 ഗ്രാം ശർക്കരയിലേക്ക് 1/4 കപ്പ് വെള്ളമേ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അതിൽ ഒരിക്കലും കൂടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. അതുപോലെ ശർക്കര ചീകയൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ, കൊച്ചു കൊച്ചു പീസസ് ആയിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉരുകി കിട്ടും. അപ്പോൾ പെട്ടെന്ന് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, എൻ്റെ ഈ ചാനലും എൻ്റെ ഈ വീഡിയോയുമൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ നിങ്ങൾ പോയി നോക്കിയാൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട്. നിങ്ങൾക്കതൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾക്കിഷ്ടമുള്ള വീഡിയോസ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അതുപോലെ ഓണത്തിൻ്റെ ഒരുപാട് നല്ല റെസിപ്പികൾ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണേ. ഓണത്തിൻ്റെ ഓരോ വീഡിയോയും കണ്ടു തന്ന സപ്പോർട്ടിന് ഒരുപാട് സ്നേഹവും ഒരുപാട് നന്ദിയുമുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് കട്ടയില്ലാതെ ഉരുകി കഴിയുമ്പോഴേക്കും നമ്മൾ ചൂടധികം പോകുന്നതിന് മുമ്പ് തന്നെ ഇരുമ്പരിപ്പേ കൂടെ നമ്മൾ അതിൽ കല്ലോ മണ്ണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അരിച്ചെടുത്ത് വെക്കണം. എന്നിട്ട് ഒരുമാതിരി ചൂടോടുകൂടി, തിളയ്ക്കുന്ന ചൂടോടുകൂടി എന്നല്ല, എന്നാൽ ഒരുപാട് ആറുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഒരു കൈ കൊണ്ട് ആ മാവിലേക്ക് ഈ ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കുകയും വേണം, ഒരു കൈ കൊണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയും വേണേ. ആ തിളച്ച ചൂടോടെ തന്നെ ഒഴിക്കണമെന്നില്ല, പക്ഷേ ഒട്ടും മാറി പോവുകയും ചെയ്യരുതേ. നിങ്ങൾക്ക് ഇത് രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വളരെ കുറേശ്ശെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക, ഒന്ന് ഇളക്കുക, വീണ്ടും വളരെ കുറച്ച് ഒഴിച്ചു കൊടുക്കുക, വീണ്ടും ഒന്ന് ഇളക്കുക. അങ്ങനെയായാലും നന്നായിട്ട് കിട്ടും കേട്ടോ. കാരണം എനിക്കാണെന്നുണ്ടെങ്കിലും ഒരു കൈ കൊണ്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു കൈ കൊണ്ട് ഇളക്കി കൊടുക്കാൻ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം നമ്മുടെ ശർക്കരപ്പാനി എല്ലാം നന്നായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് ചേർക്കാനുള്ളത് 1/4 കപ്പ് മൈദയാണ് കേട്ടോ. ഇത് ഒന്നിൽ കുറേശ്ശെ ആയിട്ടിട്ട് സൂക്ഷിച്ച് നല്ല കട്ടയില്ലാതെ ഉടയ്ക്കുക. പക്ഷേ ഈ വിസ്കിട്ട് അടിക്കുകയാണെന്നുണ്ടെങ്കിലുള്ള ഒരു ഗുണം, എത്ര കട്ട, ഇപ്പോൾ നമ്മൾ ഗോതമ്പ് ദോശയ്ക്കൊക്കെ കലക്കുകയാണെന്നുണ്ടെങ്കിലും കട്ടയില്ലാതെ കിട്ടാനായിട്ട് ഏറ്റവും നല്ല മാർഗ്ഗം വിസ്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നതാണ്. ഇപ്പോൾ എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ട് ഇനി നമുക്ക് ഒരു 3-4 മണിക്കൂർ അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാവേ. ഇപ്പോൾ 1 ടീസ്പൂൺ നിറച്ച് നെയ്യ് എടുത്തിട്ടുണ്ട്, 1/4 കപ്പ് ചെറുതായിട്ട് നുറുക്കിയ തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്, പിന്നെ 1 ടേബിൾ സ്പൂൺ എള്ളും എടുത്തിട്ടുണ്ട്. ഈ തേങ്ങാക്കൊത്തൊന്ന് മൂത്ത് കഴിഞ്ഞിട്ട് മാത്രം എള്ളിട്ട് കൊടുത്താൽ മതി കേട്ടോ. എള്ള് വറക്കണമെന്ന് നിർബന്ധമില്ല, എന്നാലും വറക്കുന്നത് തന്നെയാണ് കുറച്ചുകൂടി ടേസ്റ്റ് കേട്ടോ. എന്നിട്ട് ഈ നെയ്യോടുകൂടി തന്നെ അതിന് ചൂടൊന്ന് പോയി കഴിഞ്ഞിട്ട് നമ്മുടെ ആ മറ്റേ കൂട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ ഒരു 4 മണിക്കൂറായിട്ടുണ്ട്. അതെല്ലാം നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഏറ്റവും അവസാനമായിട്ട് ചേർത്ത് കൊടുത്തത് സോഡാപ്പൊടിയാണ്. നല്ല 2 നുള്ളു സോഡാപ്പൊടിയാണ് കേട്ടോ. 1/4 ടീസ്പൂണിൻ്റെ പകുതി പോലും കാണില്ല. അതും കൂടെ ചേർത്ത് ആ സോഡാപ്പൊടി എല്ലായിടത്തും ആകുന്നത് പോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പക്ഷേ ഈ ഉണ്ണിയപ്പം ചുടുന്നതിന് തൊട്ട് മുമ്പായിട്ടേ സോഡാപ്പൊടി ചേർക്കാവുള്ളൂ, നേരത്തെ സോഡാപ്പൊടി ചേർത്ത് ഇളക്കി വെക്കരുത്. ഇപ്പം എല്ലാ ഉണ്ണിയപ്പക്കാരിയിലും കുറേശ്ശെ എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഓരോന്നിലും കുറേ കൂടി ടേസ്റ്റ് കിട്ടാനായിട്ട് കുറേശ്ശെ നെയ്യും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാലോ, വെളിച്ചെണ്ണയാണ് ഇതിന് ഏറ്റവും നല്ലതെന്നുള്ളത്. ഞാൻ ഒഴിച്ചു കൊടുത്ത എണ്ണ ഒരു ഇച്ചിരി കൂടിപ്പോയി, ഒരു പകുതിയാണെന്നുണ്ടെങ്കിലും പകുതി കേട്ടോ. ഞാൻ ചെറിയൊരു തുള്ളി ആദ്യം ഒന്ന് ഒഴിച്ചു കൊടുത്തു ആ ഉണ്ണിയപ്പത്തിൻ്റെ മാവ്. അപ്പോൾ അത് പെട്ടെന്ന് ഇങ്ങനെ മുകളിലോട്ട് പൊങ്ങി വന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലായി അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാനുള്ള സമയമായെന്ന്. പെട്ടെന്ന് ആ മുകൾ ഭാഗം ഇങ്ങനെ ഒലിച്ചിങ്ങനെ തുടങ്ങും അതിൻ്റെ ആ മാവ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ തിരിച്ചിട്ടിട്ട് ഓപ്പോസിറ്റ് സൈഡ് പാകത്തിനായി കഴിയുമ്പോഴേക്കും നമ്മളുടെ ഉണ്ണിയപ്പം റെഡി. ആ ഒരു സമയത്തൊക്കെ നമ്മൾ കുതിർത്ത് അരി വെക്കാനൊക്കെ ഓർക്കണം എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ കണ്ടല്ലോ, നല്ല പന്ത് പോലെയാണ് ഇരിക്കുന്നത്, അതുപോലെ സോഫ്റ്റുമാണ്. ഇത് ഈ മാവ് അരച്ച് കഴിയുമ്പം തന്നെ ഒരു ഭയങ്കര നല്ലൊരു മണമാണ് കേട്ടോ. അപ്പം തന്നെ നമുക്കറിയാൻ പറ്റും ഈ ഉണ്ണിയപ്പം നല്ല അടിപൊളിയായിരിക്കും. ഈ ഒരളവിലെല്ലാം എടുത്ത് ഉണ്ണിയപ്പം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് 38 ഉണ്ണിയപ്പമാണ് കിട്ടിയത്.
ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ, എന്ത് സുന്ദരക്കുട്ടന്മാരായിരിക്കുന്നല്ലേ. ശരിക്കും ഈ ഒരു ഉണ്ണിയപ്പം ഒന്നും നിങ്ങൾ ട്രൈ ചെയ്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും ഒരു നഷ്ടം തന്നെയാണ് കേട്ടോ. അത്രയ്ക്ക് നല്ല ടേസ്റ്റ്, അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. പിന്നെ പ്രത്യേകം 1-2 കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനുള്ളത്, എണ്ണ ഒരിച്ചിട്ട് നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ട് ഒഴിക്കാവുള്ളൂ. എന്നാൽ ഓവറായിട്ടുള്ള ചൂടിൽ അങ്ങ് ഒഴിക്കുകയും ചെയ്യില്ല. പിന്നെ ആ കുഴിയുടെ നിറച്ചും അങ്ങ് ഒഴിക്കൽ, ഒരു 1/4 ഭാഗത്തിലും ഒരിച്ചിരൂടെ കൂടുതൽ മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ. 1/4 ഭാഗം ഒഴിച്ചാലും ഒരു കുഴപ്പമില്ല. ആ മാവ് ഒന്ന് ഒലിച്ചു തുടങ്ങുമല്ലോ, അപ്പം നമുക്ക് തിരിച്ചിടാൻ പാകമായി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം ഇതൊക്കെ ഒന്ന് ക്ഷമയോടൊന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. താങ്ക്